ഹലോ, നമ്മളിന്ന് എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ട്രോളി ഹാമ്പേഴ്സാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ചോക്ലേറ്റ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ട്രോളി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബൊക്കേസാണ് സെറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഫ്ലവർ ബഞ്ചസിൽ നിന്ന് ഫ്ലവേഴ്സൊക്കെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്ലവേഴ്സൊക്കെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒയാസിസ് ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് നമ്മളുടെ ബൊക്കെ ഒരു റൗണ്ട് ഷേപ്പിൽ കെട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊരു ഓവൽ ഷേപ്പിൽ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ടൂത്ത് പിക്കിൽ ഫ്ലവേഴ്സൊക്കെ കുത്തി വെച്ചിട്ട് നമ്മൾ സ്പോഞ്ചിൽ ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുള്ളത്. നമ്മൾ ഗോൾഡൻ ഫോക്സ് ബോൾസും അതേപോലെ തന്നെ ഗോൾഡൻ കളർ ബേബി ബ്രത്തും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ബൊക്കെ ഒന്നുകൂടി ബ്യൂട്ടിഫുൾ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ബൊക്കയുടെ ഒരു ഫൈനൽ ലുക്ക്. സോ എന്നിട്ട് നമ്മൾ ഒരു കാർഡ് ബോർഡിന്മേ ഡബിൾ സൈഡ് ടാപ്പ് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ട്രോളിൻ്റെ ഉള്ളിൽ നമ്മൾ ചോക്ലേറ്റ്സ് സെറ്റ് ചെയ്യുമ്പോൾ ചോക്ലേറ്റ്സ് കുറച്ച് വൃത്തിക്ക് മുകളിലത്തെ ലെയർ നല്ല വൃത്തിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന്മേൽ നമ്മൾ നല്ല പ്രീമിയം ചോക്ലേറ്റ്സ് ആണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഡബിൾ സൈഡ് ടാപ്പിൻ്റെ മുകളിലത്തെ ആ ഒരു കോട്ടിങ് റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഈ കാർഡ്ബോർഡ് ബോക്സിനുള്ളിൽ വെച്ച് ഫിറ്റിങ്സൊക്കെ കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ചോക്ലേറ്റ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ 2 ബോക്സ് ഓഫ് ഫെറാറോ ആണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു റോ മൊത്തത്തിൽ നമ്മൾ ടേബിൾ റോൺ ആഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 2 ലെയർ നമ്മൾ ട്വിക്സ് ആണ് ആഡ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ കാർഡ് ബോർഡുമ്മേ വെച്ച് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടോപ്പ് ലെയർ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മളുടെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു അട്രാക്റ്റീവ് ലുക്കൊക്കെ കിട്ടും. അതിനുശേഷം ട്രോളിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഒരു ബോക്സ് ഓഫ് ഡേറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ബദാമും പിന്നെ കാഷ്നട്ടും ആണ് ആഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചോക്ലേറ്റ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 2 ബോക്സസ് ഓഫ് സ്നിക്കേഴ്സാണ് ഫസ്റ്റ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം 2 ബോക്സസ് ഓഫ് കിറ്റ് കാറ്റും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 2 ബോക്സസ് ഓഫ് ഗാലക്സി. സോ നെക്സ്റ്റ് 1 ബോക്സ് ഓഫ് മാർസ് ആണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം 2 ബോക്സസ് ഓഫ് ബൗണ്ടീസ് ആണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ ബോക്സ് ഒന്ന് ലെവൽ ചെയ്യാൻ പോവുകയാണ് ചോക്ലേറ്റ്സൊക്കെ ആഡ് ചെയ്തതിന് ശേഷം. എന്നിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബോർഡ് ഓഫ് ചോക്ലേറ്റ്സ് ആണ് നമ്മൾ വെച്ചെടുക്കുന്നത്. ഇപ്പോൾ തന്നെ നല്ലൊരു പ്രീമിയം ലുക്ക് കിട്ടാറുണ്ട്. ശേഷം നമ്മൾ ഈ ഒരു സിബ്ബർ സ്പേസിൽ നമ്മൾ കുറച്ച് ബ്യൂണോസ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമ്മൾ 2 ഭാഗത്തും നല്ല പ്രീമിയം ചോക്ലേറ്റ്സ് വെക്കുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും നമ്മളെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാവുക. ഇങ്ങനെ സെറ്റ് ചെയ്താൽ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും നമ്മൾ ട്രോളി ഉണ്ടാവുക. അപ്പം ബോക്സിൻ്റെ ഒരു സൈഡ് ഫുള്ളായിട്ട് നമ്മൾ പ്രീമിയം ചോക്ലേറ്റ്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്.
മറ്റേ സൈഡിൽ നമ്മളൊരു നിസ്കാര കുപ്പായും പിന്നെ 4 പെയർ ഓഫ് ചുരിദാർസുമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ബോക്സിൽ 2 ഫുഡ് വെയർസാണ് ആഡ് ചെയ്യുന്നത്. ഒന്ന് വൈറ്റ് കളർ ജൂട്ടീസും പിന്നെ ഒന്ന് ബ്ലാക്ക് കളർ ഹീൽസും ആണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളൊരു ഓഫ് വൈറ്റ് സ്ലിംഗ് ബാഗാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഒരു വാച്ചും ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു പെർഫ്യൂമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് നമ്മൾ ബോക്സിൻ്റെ ഉള്ളിലത്തെ ഫൈനൽ ലുക്ക്. എന്തൊരു നീറ്റായിട്ടാണ് നമ്മൾ ആ ചോക്ലേറ്റ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നോക്കൂ. പിന്നെ മറ്റേ സൈഡിൽ നമ്മൾ ഫുൾ ഓഫ് ഡ്രസ്സും ബാഗ്സും അങ്ങനത്തെ എസെൻഷ്യൽ ആയിട്ടുള്ള തിങ്സുമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. സോ ഇനി നമ്മൾ ട്രോളിൻ്റെ ഔട്ടർ ലുക്ക് ബ്യൂട്ടിഫുൾ ആക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളൊരു പീസ് ഓഫ് നെറ്റാണ് നമ്മൾ അടിയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മളുടെ ബൊക്കെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഒന്നുകൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജിങ്കോ ലീഫും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഗോൾഡൻ കളറ് നമ്മളെ ബൊക്കെ നല്ല എൻഹാൻസ് ചെയ്തെടുക്കുന്നുണ്ട്. ജിങ്കോ ലീഫും ഫോക്സ് ബോൾസും പിന്നെ ഗോൾഡൻ കളർ ബേബി ബ്രത്തും ഒക്കെ ആയിട്ട് നമ്മളുടെ ഹാമ്പർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹാമ്പറിന് ചൂസ് ചെയ്തിട്ടുള്ള കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഡ്സ് ഓഫ് പിങ്ക് ആണ്. അതിനുശേഷം നമ്മളുടെ അവരുടെ നെയിമിൻ്റെ അക്രിലിക് കട്ടൗട്ടും എടുത്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ചെറിയ ട്രോളിമലും നമ്മൾ നെറ്റും അതേപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ബൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഈ ട്രോളിമ നമ്മൾ അക്രിലിക് കട്ടൗട്ടിങ് ഒരു ലോഗോ രൂപത്തിലെടുത്തത്, അതായത് നെയിമിൻ്റെ ലോഗോയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഡൗൺ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് വല്ല ഓർഡേഴ്സും തരാൻ താല്പര്യമുണ്ടെങ്കിൽ DM ചെയ്യുക. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യൂ.